എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ലോകം മുഴുവനും ഇപ്പൊ വൈറ്റ് ബിയർഡ് കൊല്ലപ്പെട്ട വാർത്ത അതങ്ങനെ സ്പ്രെഡ് ആവുകയാണ്. ഇവിടെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ഹെയ്സിന്റെയും അതിനുപരിയായിട്ട് വൈറ്റ് ബിയർഡിന്റെ മരണം അത് ഹോട്ട് ന്യൂസ് ആയിട്ട് ലോകം മുഴുവൻ പബ്ലിഷ് ചെയ്യും. ജനങ്ങളാണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ഇനി അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാം, യാതൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ വലിയൊരു ദീർഘനിശ്വാസമൊക്കെ ഇട്ട് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇനിയാണ് യഥാർത്ഥ പ്രോബ്ലം തുടങ്ങാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. ഇവിടെ ബ്ലാക്ക് ബിയർഡിനാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം അവന്റെ ഏറ്റവും വലിയൊരു ശത്രുവായിരുന്നു അവന്റെ ഡാഡി ആയിട്ടുള്ള വൈറ്റ് ബിയർഡ്. ആളിപ്പോ ആളുടെ മകനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മരണപ്പെട്ടു, അതും നേവി ബേസിൽ. ഫ്ലമിംഗോയ്ക്കാണെങ്കിൽ ആളുടെ ടെൻഷൻ കൂടിക്കൂടി വരും. വൈറ്റ് ബിയർഡ് ആള് കൊല്ലപ്പെട്ടു. അവര് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈസിനെയും ഇല്ലാതാക്കാൻ പറ്റി. പക്ഷെ ഇപ്പോ ഏറ്റവും വലിയ തലവേദനയായി വന്നിരിക്കുന്നത് ആ ബ്ലാക്ക് ബിയർഡാണ്. ബ്ലാക്ക് ബിയർഡിനോടൊപ്പം ടിമ്പിൾ ടവറിൽ വെച്ച് ഏറ്റവും ബാഡും സ്ട്രോങ്ങും ആയിട്ടുള്ള പൈററ്റ്സിനെ അവറ്റകളെ മുഴുവൻ അവൻ ഇവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. അവരിപ്പോ ഒറ്റക്കെട്ടാണ്. എന്ത് വേണമെങ്കിലും ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് ബേസ് അത് മുഴുവനായിട്ടും അവൻ ഇല്ലാതാക്കാം. അതേസമയം ജനങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ നടക്കുന്നൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. വൈറ്റ് ബിയർഡ് അവസാനമായിട്ട് പറഞ്ഞ ആ 1 പീസ് ട്രഷർ അത് ശരിക്കും ഉള്ളതാണോ? അങ്ങനെയാണെങ്കിൽ അത് കിട്ടിയാൽ കൊള്ളാമെന്ന് ചില സാധാരണക്കാരായ ജനങ്ങൾക്കും തോന്നും. മറ്റു ജനങ്ങൾക്കാണെങ്കിൽ ഈ പേസും വൈറ്റ് ബിയർഡും കൊല്ലപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം. ഇവിടെ മാർക്കോയും ബാക്കിയുള്ള കമാൻഡേഴ്സും അവർക്കാണെങ്കിൽ ഒരു തീരാ നഷ്ടമാണ്. ഒരു സഹോദരനെയും അവരുടെ പപ്പയും അവർക്ക് നഷ്ടമായി. ഇപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല. പപ്പയുടെ ആഗ്രഹപ്രകാരം നമുക്ക് എല്ലാവർക്കും സേഫായി ഇവിടുന്ന് തിരികെ പോണെന്ന് പറഞ്ഞ് അവരിപ്പോ കപ്പൽ ലക്ഷ്യമാക്കി തിരികെ നടക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ജിംബൈ ആണെങ്കിൽ അവനെ സുരക്ഷിതമായി മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഹെയ്സിനും വൈറ്റ് ബിയർഡിനും വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ ലൂഫിയെ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവനുമായി മുൻപോട്ടേക്ക് പോകും. നേവിക്കാരാണെങ്കിൽ അപ്പോഴും വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. അവര് വീണ്ടും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കും. കട്ട് ചെയ്ത ഇപ്പൊ താഴേക്ക് പോയ അക്കൈനോയെ കാണിക്കും. അവനാണെങ്കിൽ ഒരു കല്ലില് അങ്ങനെ പിടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അവൻ അവന്റെ വോൾക്കാന പവറൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ സേഫായി മുകളിലേക്ക് കയറി വരാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബഗ്ഗി ആണെങ്കിൽ എവിടേക്കൊന്നില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബ്ലാക്ക് ബിയർഡ് ആളുടെ പവർ ഉപയോഗിച്ച് വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവന്റെ പൈററ്റ്സ് എല്ലാവരും അവനെ ഒരുപാട് നിർബന്ധിക്കും. കമോൺ, ഇതാണ് പറ്റിയ അവസരം. ഈ ഗ്യാപ്പില് വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ പറഞ്ഞ്, പക്ഷെ ബഗ്ഗിക്ക് മനസ്സിലാവും ഈ സമയത്ത് അവൻ അവിടേക്ക് പോയ വൈറ്റ് ബിയർഡിന്റെ കൂടെ അവന്റെ കാറ്റും പോവെന്ന്. അപ്പോഴും ബഗ്ഗി ആണെങ്കിൽ ആറ്റിറ്റ്യൂഡൊന്നും വിട്ടുകൊടുക്കാതെ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, അസിസ്റ്റൻസ്, ഞാനിപ്പോ അവിടേക്ക് പോവില്ല. വൈറ്റ് ബിയർഡിന് ഒറ്റയ്ക്ക് എന്റെ കയ്യിൽ കിട്ടണം, അതിനുവേണ്ടിയാണ് ഞാൻ നോക്കി നിൽക്കുന്നത്. അങ്ങനെ ഒരു അവസരം വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ അവരെ പറ്റിച്ച് ഇപ്പൊ വൈറ്റ് ബിയർഡിനെയും ബ്ലാക്ക് ബിയർഡിനെയും നോക്കി നിൽക്കും. അതിനുശേഷം വൈറ്റ് ബിയർഡിന്റെയും ബ്ലാക്ക് ബിയർഡിന്റെയും ഓരോ അറ്റാക്കും പവറൊക്കെ കണ്ട് ബഗ്ഗി ആണെങ്കിൽ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങും. ബഗ്ഗി ആണെങ്കിൽ ഇപ്പൊ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങളെപ്പോലെ ഒരു മണ്ടൻ ഗ്യാങ്ങിന്റെ കൂടെ നിൽക്കാൻ. ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന എന്റെ കാറ്റ് പോകുന്നു പറഞ്ഞ് ബഗ്ഗി ആണെങ്കിൽ ആ പൈററ്റ്സ് കൂട്ടത്തിൽ നിന്ന് അങ്ങനെ ഫ്ലൈ ചെയ്തു പോകും. പക്ഷെ പൈററ്റ്സ് ആണെങ്കിൽ അപ്പോഴും ബഗ്ഗിയെ വിടാൻ തയ്യാറാവില്ല. അവരും ബഗ്ഗിയുടെ പേര് വിളിച്ച് പിന്നാലെ ഓടും. പോകുന്ന വഴിയിൽ അവർ അത്രയും നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ സ്നെയില് അത് വലിച്ചെറിയാണ്. അത് തെറിച്ചു വന്ന് വൈറ്റ് ബിയർഡിനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ വീഴും. അപ്പൊ അതേസമയം ബ്ലാക്ക് ബിയർഡ് അവനിപ്പോ അവന്റെ ടീംമേറ്റ്സിനെ വിളിച്ചു വരുത്തി എന്തൊക്കെയോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മൾ എത്രയും പെട്ടെന്ന് അത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അവനിപ്പോ അവരോട് പറയും. അടുത്ത നിമിഷം ബ്ലാക്ക് ബിയർഡിന്റെ ടീംസ് അവരാണെങ്കിൽ വലിയൊരു കറുത്ത തുണിയെടുത്ത് വൈറ്റ് ബിയർഡിനെ പൊതിയാണ്. അതിനുള്ളിലേക്ക് ബ്ലാക്ക് ബിയർഡ് നൈസായിട്ട് കയറിപ്പോവും. നേവി സോൾജിയേഴ്സും ബാക്കി പൈററ്റ്സും അങ്ങനെ വണ്ടടിച്ച് നോക്കി നിൽക്കുകയാണ്. ഇവിടെ സോൾജിയേഴ്സിനാണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് ബിയർഡിനോട് നല്ല ശത്രുത തോന്നും. കാരണം അവൻ വാരലോടാകാം എന്ന് പറഞ്ഞ് നേവിയോട് കൂടെ ചേർന്ന് നിന്ന് നേവിയെ തന്നെ പറ്റിച്ചു. കട്ട് ചെയ്ത ജിംബൈ ആണെങ്കിൽ ലൂഫിയുടെ മുഖത്തേക്ക് നോക്കും. അതിനുശേഷം അവസാനമായിട്ട് എയ്സ് അവൻ ഇമ്പിൾ ടൗണിൽ വെച്ച് ജിംബൈയോട് പറഞ്ഞ കാര്യം അത് ആലോചിക്കും. ജിംബൈ, ഇൻ കേസ് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി ഒരു ഫേവർ നീ ചെയ്യണം. എന്റെ ബ്രദറിനെ നീ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് ജിംബൈ പറയും, ഏയ്സ്, നീ കരുതും പോലെ ഞാൻ അത്ര നല്ല ആളൊന്നും അല്ല. ഈ ലോകത്തിൽ വെച്ച് എന്നെ ഇംപ്രസ് ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രമേ ഞാൻ പ്രൊട്ടക്ട് ചെയ്യൂ എന്ന് ജിംബൈ തീർത്തു പറയും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റിൽ ജിംബൈ ആള് ലൂഫിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആക്ച്വലി എയ്സിന്റെ ബ്രദറാണ് ലൂഫി എന്നതുകൊണ്ട് മാത്രമല്ല ജിംബൈ അവനെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്തത്.
മറിച്ച് അവൻ കണ്ടതിൽ വെച്ച് നല്ലൊരു പവർഫുള്ളായ ആളാണ് ലൂഫി. അവന് വലിയൊരു ഫ്യൂച്ചർ ഉണ്ട്. ആ ഒരു റെസ്പെക്റ്റും ബഹുമാനവുമാണ് അവനിപ്പോ ലൂഫിയോടുള്ളത്. ഉടനെ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഒരു വൈസ് അഡ്മിറൽ അവനാണെങ്കിൽ ആ കൂമ ടീമിനോട് ജിംബയെ അറ്റാക്ക് ചെയ്യാൻ പറയും. കൂമാസ് ആണെങ്കിൽ ഇപ്പൊ ജിംബയെ എയിം ചെയ്യും. അത് മനസ്സിലാക്കിയ നമ്മുടെ പ്രിൻസസ് അവള് ചാടി വന്ന് ആ 2 കുമകളെയും കല്ലാക്കി മാറ്റും. അവളാണെങ്കിൽ ആ വൈസ് അഡ്മിറലിനെ വാൺ ചെയ്ത് ഇപ്പോ കപ്പലിനരികിലേക്ക് നടക്കും. ഒരു വിധത്തിൽ എല്ലാവരും കപ്പലിൽ കയറി പറ്റി. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. ആ കടല് അതിപ്പോ ഫ്രീസ് ആയിരിക്കുകയാണ്. ഫ്രീസ് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ അവക്കിജി. അടുത്ത നിമിഷം ഇപ്പൊ അക്കൈനോ അവൻ പുറത്തേക്ക് വരാണ്. എന്തൊക്കെ സംഭവിച്ചാലും ലൂഫി, നിന്നെയും ഞാൻ ഇവിടുന്ന് ജീവനോടുകൂടെ അയക്കില്ല. അക്കൈനോ ആണെങ്കിൽ ഇപ്പൊ സ്ലോ മോഷനിൽ ജിംബയുടെ അടുത്തേക്ക് നടന്നു വരും. അക്കൈനോ കണ്ട് നമ്മുടെ പൈററ്റ്സ് കൂട്ടം അവർ ഷോക്കാവും. കാരണം വൈറ്റ് ബിയർഡിന്റെ അടിയിടിയും കെട്ടി അക്കൈനോ അവന്റെ കാറ്റ് പോയെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അവന്റെ പവർ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ വലിയൊരു പാത ഉണ്ടാക്കി ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ജിംബൈ ഇപ്പൊ ലൂഫിയെ വിട്ടുകൊടുക്കാതെ അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ജിംബൈ ഫുൾ സ്ട്രെങ്തില് അവനോട് പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ മാറി നിൽക്ക്, ഒരു കാരണവശാലും ലൂഫിയുടെ ദേഹത്ത് തൊടാൻ ഞാൻ അനുവദിക്കില്ല. അക്കൈനോയുടെ ബോഡി മുഴുവൻ ആ വോൾക്കാനോ പവറിൽ അങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുകയാണ്. ഇവിടെ പൈററ്റ്സ് അവർക്കാകെയുള്ള ഒരേ ഒരു ആശ്വാസം അത് ലൂഫി മാത്രമാണ്. അവർ കേസിനെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ പപ്പ വൈറ്റ് ബീഡിനെയും. ലോങ് ഷോട്ടിലായി കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ഇപ്പൊ നെഞ്ചെടുപ്പ് കൂടിക്കൂടി വരും. കാരണം എന്തൊക്കെയാണെങ്കിലും ലൂഫി അവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അക്കൈനോ ആണെങ്കിൽ അങ്ങനെ അവരെ നോക്കി പുച്ഛിച്ച് ചിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പപ്പയെയും ബ്രദറിനെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരെ പോലും നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ ഡെഡ് ബോഡി പോലും എടുക്കാതെ നിങ്ങൾ ജീവനും കൊണ്ട് ഓടുകയാണ്. നിങ്ങളാണോ ഫാമിലിയുടെ വില പറയുന്നതെന്ന് ചോദിച്ച് അവനിപ്പോ പൈററ്റ്സുകളെ കളിയാക്കും. ഉടനെ പൈററ്റ്സ് അവർക്കാണെങ്കിൽ അത് കേട്ടു നിൽക്കാൻ കഴിയാതെ അവൻ അറിഞ്ച പൊറഞ്ച വെടിവെക്കും. പക്ഷെ അവൻ ഓൾറെഡി വോൾക്കാനോ പവർ ഉള്ളവനാണ്. നമ്മുടെ ആൾക്കാർ എത്രത്തോളം ഫയർ ചെയ്താലും അത് അവന്റെ ബോഡിയിൽ ഒരു ചെറിയ പോറല് പോലും ഏൽപ്പിക്കില്ല. അത് കണ്ട് ഇവാനും ഇനിസുമയും അവർ രണ്ടുപേരും ചാടി വന്ന് ഇനിസുമയാണെങ്കിൽ വില്ലൻ നിൽക്കുന്ന ഭാഗം അത് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവാന് നന്നായിട്ട് അറിയാം ലൂഫി ഒരുപാട് കഷ്ടപ്പെട്ട് എയ്സിനെ അവനെ രക്ഷപ്പെടുത്തിയതാണെന്ന്. അവരുടെ ചെറിയൊരു ബുദ്ധിമോശം അതാണ് എയ്സിന് അവന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. ഞാനൊരിക്കലും അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ ലൂഫി അവൻ ഫുള്ളായിട്ട് ടയർഡാണ്. അവൻ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നീട് എനിക്ക് ഡ്രാഗന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. അക്കൈനോ പറയും, എനിക്ക് ആവശ്യം ആ ലൂഫിയെ മാത്രമാണ്. എന്നെ തടയാൻ ശ്രമിച്ച നിങ്ങളെല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ബ്ലാക്ക് ബിയേർഡ് അവനാണെങ്കിൽ വൈറ്റ് ബിയേർഡിന്റെ ബോഡിയിൽ വലിയൊരു തുണിയും വിരിച്ചു വെച്ച് ഒരുപാട് നേരായി അതിനുള്ളിലാണ്. അല്പസമയം കഴിയുമ്പോ അവന്റെ അസിസ്റ്റൻസ് ആ തുണി മാറ്റും. ബ്ലാക്ക് ബിയേർഡ് ഇപ്പോ പൊട്ടിച്ചിരിച്ച് പുറത്തേക്ക് വരാണ്. അവന്റെ തൊട്ടുപിറകില് വൈറ്റ് ബിയേർഡ് ആണെങ്കിൽ മുൻപത്തെ പോലെ തന്നെ കല്ല് പോലെ നിൽക്കുന്നുണ്ട്. ഇവക്കാരാണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങും. അത് കണ്ട് അവൻ അവന്റെ ഡാർക്ക് പവർ വെച്ച് അതിൽ അവരെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം വീണ്ടും ഇപ്പൊ ഒരു പുതിയ പവർ അവൻ അവർക്ക് മുൻപിൽ കാണിക്കുകയാണ്. അവന്റെ കൈ കറക്കി ഒരൊറ്റ കിട്ടി. അത് മറ്റാരുടെയും പവറല്ല, സാക്ഷാൽ വൈറ്റ് ബിയേർഡിന്റെ പവറാണ് അവനിപ്പോ റിലീസ് ചെയ്തത്. ആ പവറിൽ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ബിൽഡിങ്ങുകൾ കൂടെ താഴേക്ക് വീഴും. പൈററ്റ്സ് ആണെങ്കിൽ ഷോക്കാവും. ഇത് ഞങ്ങളുടെ പപ്പയുടെ പവറല്ലേ, ഇതെങ്ങനെ സംഭവിച്ചു? വൈറ്റ് ബിയേർഡിന്റെ പവർ അതെങ്ങനെ ഇവന് കിട്ടിയും ചിന്തിച്ച് അവരങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ സന്തോഷത്തിൽ അട്ടഹസിക്കും. അവന്റെ കൂടെ തന്നെ ടീംമേറ്റ്സും. ഇവിടെ ഇവർക്കാണെങ്കിൽ കൺഫ്യൂഷൻ തീർന്നിട്ടില്ല. ഇൻ കേസ് വൈറ്റ് ബിയേർഡിന്റെ പവർ അതവൻ ടേക്ക് ഓവർ ചെയ്താലും ഒരാളുടെ ബോഡിയിൽ 2 ഡബിൾ ഫ്രൂട്ടിന്റെ പവർ വർക്ക് ആവില്ല. അപ്പോഴായിരിക്കും മാർക്കോ പറയുക, ഇവനെ പോലെയുള്ള ജയന്റ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് 2 ഡബിൾ ഫ്രൂട്ടിന്റെ പവർ താങ്ങാനായിട്ട് കഴിയും. ബ്ലാക്ക് ബിയേർഡ് ആണെങ്കിൽ ആ പവർ കിട്ടിയ സന്തോഷത്തില് അവന്റെ 32 പല്ലും കാണിച്ച് അട്ടഹസിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.